ഹലോ, നമ്മൾ ഡിഫ്രാക്ഷൻ എന്നുള്ള ചാപ്റ്ററാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഡിഫ്രാക്ഷൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് വേവ് ഫ്രണ്ട്, അതുപോലെ ഹൈജീൻസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് കൂടി പറയണം. അപ്പോൾ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ആ സോഴ്സിൽ നിന്ന് ഒരുപാട് ലൈറ്റ് ബീംസ് പുറത്തേക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിപ്പം ഇവിടെ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ലൈറ്റ് ബീംസ് പുറത്തേക്ക് വരുന്നുണ്ട്, റേസ്. അപ്പോൾ ഞാനിത് 2D ആയിട്ടുള്ള വരച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ കുറേ വേവ് ലൈറ്റ്സ് ഇവിടുന്ന് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഒരു പ്രത്യേക ടൈം എത്തുമ്പോൾ അപ്പോൾ ടൈം എത്തിയപ്പോൾ ഈ വേവ് ലൈറ്റ് ഇവിടെ എത്തി, അതേപോലെ ഇതിവിടെ എത്തി, ഇവിടെ എത്തി. അപ്പം നമുക്കറിയാം വെലോസിറ്റിയിലാണ് ഈ വേവ് ലൈറ്റ്സും എല്ലാ ലൈറ്റ് വേവും മൂവ് ചെയ്യുന്നത്. അപ്പം ഒരു ടൈം കൊണ്ട് അത് ഇവിടെ എത്തിയെങ്കിൽ അത് ടി ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഒരു പ്രത്യേക ടൈമിൻ്റെ ഉള്ളിൽ എല്ലാ വേവ് ലൈറ്റ്സും ഏകദേശം ഒരേ ഡിസ്റ്റൻസാണ് മൂവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ഒരു 2D ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ടൈം എത്തിക്കഴിഞ്ഞ ശേഷം വേവ് ലൈറ്റ് എവിടെ എത്തി എന്നുള്ള അവരുടെ ആ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് നമുക്കൊരു സർക്കിളാണ് കിട്ടുക. ഇനിയിപ്പോൾ അത് 3D ആണെങ്കിൽ ആലോചിച്ച് നോക്കുക. ഇവിടെ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് നിൽക്കുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ വേവ് ലൈറ്റ്സ് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഒരു പ്രത്യേക ടൈമിൻ്റെ ഉള്ളിൽ ഈ വേവ് ലൈറ്റ്സ് ഏത് പോയിന്റിലേക്കാണ് എത്തിയെന്ന് നോക്കിയിട്ട് അത് മൊത്തം നമ്മളൊന്ന് ആ പോയിൻറ്റ്സിൻ്റെ ലോക്കസ് മൊത്തം ജോയിൻ ചെയ്ത് നമുക്കൊരു സ്ഫിയർ ആവും കിട്ടുക അല്ലേ. എല്ലാ വേവ് ലൈറ്റ്സും വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ഒരു സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് അവരെവിടെ എത്തി നോക്കുക, വേവ് ലൈറ്റ്സ് എല്ലാം. എന്നിട്ട് ആ പോയിൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു സ്ഫിയർ കിട്ടും. ആ ഒരു എന്താ പറയുക, സർഫസിനെയാണ് നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് പറയുക. അത് ലോക്കസ് ഓഫ് പോയിന്റ് ഹാവിങ് സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. ആ ലോക്കസ് അത് മൊത്തം വരയ്ക്കുക. അപ്പോൾ അതിന് ഇപ്പോൾ ഇവിടെ ഇതൊരു 2D ആയതുകൊണ്ട് ഇതിനെയാണ് വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇതൊരു സർക്കിളാണ്, അതിനെയാണ് വേവ് ഫ്രണ്ട് എന്ന് പറയുക. ഈ ഓരോ പോയിന്റ് സോഴ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബീം ഇതിനെയാണ് റേ ഓഫ് ലൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഹൈജീൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി പോയിൻ്റ് ഓൺ എ വേവ് ഫ്രണ്ട് ഈസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ് ലൈറ്റ്സ്. അപ്പം ഈ ഇവിടുന്ന് വരുന്ന വേവ് ലൈറ്റ്സ് എല്ലാം ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ടൈം ആപ്പ് ഇവിടെ എത്തി. ഇനി ഇതാണ് ആ വേവ് ഫ്രണ്ട്. ഈ ടൈമിൽ ഇതാണ് വേവ് ഫ്രണ്ട്. ഇനി കുറേ സമയം കഴിയുമ്പോൾ വേവ് ഫ്രണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടാവും. എല്ലാ വേവ് ലൈറ്റ്സും ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് അടുത്ത വേവ് ഫ്രണ്ട്. അപ്പോൾ ഈ വേവ് ഫ്രണ്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ എന്തായി പ്രവർത്തിച്ചു, സോഴ്സായി പ്രവർത്തിച്ചു. അപ്പം ഫസ്റ്റത്തെ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിൻറ്റും സെക്കൻഡ് വേവ് ഫ്രണ്ടിൻ്റെ സോഴ്സുകളാണ് എന്നാണ് ആര് പറഞ്ഞത്, അല്ലെങ്കിൽ സെക്കൻഡറി വേവ് ലൈറ്റ്സ്. ഇതൊക്കെ സെക്കൻഡറി വേവ് ലൈറ്റ്സ്. ഇതാണ് ഫസ്റ്റത്തെ വേവ് ഫ്രണ്ട് എങ്കിൽ അതിലെ ഓരോ പോയിൻറ്റും സെക്കൻഡറി വേവ് ലൈറ്റ്സ് ഉണ്ടാവാനുള്ള സോഴ്സുകളാണ്. അതാണ് ഹൈജീൻ പറഞ്ഞത്. അതായത് ആഫ്റ്റർ ടൈം ഓഫ് ഇൻ്റർവെൽ ദ എൻവലപ്പ് ഓഫ് ദ സെക്കൻഡറി വേവ് ലൈറ്റ്സ്. ഈ സെക്കൻഡറി വേവ് ലൈറ്റ്സ് ഇതാണ് ഫസ്റ്റ് വേവ് ലൈറ്റ്സ്. സെക്കൻഡറി വേവ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ വേവ് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വേവ് ലൈറ്റ്സ്. അപ്പോൾ സെക്കൻഡറി വേവ് ലൈറ്റ്സിൻ്റെ എൻവലപ്പ് സെക്കൻഡറി വേവ് ഫ്രണ്ട് ഉണ്ടാക്കും എന്നർത്ഥം. ഇനി ഇവിടുന്ന് വരുന്ന ഈ സെക്കൻഡറി വേവ് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വേവ് ലൈറ്റ്സ് തേർഡ് വേവ് ഫ്രണ്ടിനെ ഉണ്ടാക്കും. അങ്ങനെ വേവ് ഫ്രണ്ട് ഇങ്ങനെ വലുതായി വരും. അങ്ങനെയാണ് വേവ് ലൈറ്റ്സ് മൂവ് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ സോഴ്സ് ഒരു പോയിൻ്റ് ആണെങ്കിൽ, ജസ്റ്റ് ഒരു പോയിൻ്റ് ഉള്ളെങ്കിൽ വേവ് ഫ്രണ്ട് ഷേപ്പ് സ്ഫെറിക്കലായിരിക്കും. ഇനി ഈ ഒരു പേനയുടെ പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എക്സ്റ്റെൻഡഡ് സോഴ്സ്, ഈ ഷേപ്പൊക്കെ ഉള്ള ഒരു സോഴ്സ് ആണെങ്കിൽ വേവ് ഫ്രണ്ട് സിലിണ്ട്രിക്കൽ ഷേപ്പായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഒരു പോയിൻ്റ് സോഴ്സ് ആണെങ്കിൽ കൂടി ഒരുപാട് ഡിസ്റ്റൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിലാണെങ്കിൽ അപ്പം ഇതായാലും അടുത്ത വേവ് ഫ്രണ്ട് ഇങ്ങനെ വരും. ആ വേവ് ഫ്രണ്ട് ഇങ്ങനെ വലുതായി വരിക ചെയ്യുക. അപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വേവ് ഫ്രണ്ട്, ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ സണ്ണിൽ നിന്നൊക്കെ വരുന്ന വേവ് ഫ്രണ്ട്, സണ്ണൊരു സ്ഫിയറാണ്, അതുകൊണ്ട് സണ്ണിൻ്റെ വേവ് ഫ്രണ്ട്സൊക്കെ സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. പക്ഷേ നമ്മൾ എർത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ആ വേവ് ഫ്രണ്ട് ഒരുപാട് വലുതായിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എർത്തിൽ തട്ടുന്ന വേവ് ഫ്രണ്ട് ശരിക്കും ഒരു പ്ലെയിൻ പോലെ ഇരിക്കും അല്ലേ. അപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസിലാണ് സോഴ്സ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ സോഴ്സിൽ നിന്നും ഒരുപാട് ദൂരെയുള്ള വേവ് ഫ്രണ്ടുകളൊക്കെ പ്ലെയിൻ വേവ് ഫ്രണ്ടുകളായിരിക്കും, ഒരു പ്ലെയിൻ പോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ.
അടുത്തത് ഡിഫ്രാക്ഷനാണ്. നമ്മൾ വിചാരിക്കാം ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്, അവിടെ ലൈറ്റ് വരുന്നു. അത് എവിടെയെങ്കിലും അതിൻ്റെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെന്ന് ഇരിക്കട്ടെ. നമുക്കറിയില്ല ലൈറ്റ് വേവ്സ് ബെൻഡ് ചെയ്യൊന്നുമില്ല. പക്ഷേ ലൈറ്റ് മൂവ് ചെയ്യുന്ന പാത്തിൽ നമ്മളൊരു ഒബ്സ്റ്റക്കിൾ എന്തെങ്കിലും തടസ്സം വെച്ചാൽ ആ തടസ്സത്തിന് ചുറ്റി വേവ് മൂവ് ചെയ്യും. അതായത് ആ എഡ്ജിലൂടെ അതെന്ത് ചെയ്യും, ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യും. ഇനി ആ ബെൻഡ് ചെയ്ത് ആ എഡ്ജിലൂടെ ബെൻഡ്, ഇപ്പോൾ ഇവിടെ ഒരു ഇവിടെ ലൈറ്റ് സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾ വെച്ചു, അല്ലെങ്കിൽ ഒരു സ്ലിറ്റ് വെച്ചു. അപ്പോൾ സ്ലിറ്റിലൂടെ അങ്ങനെ ലൈറ്റ് പോകുക, ഇതൊരു ഒബ്സ്റ്റക്കിളായി തോന്നുന്നു. അപ്പോൾ ഇതിലൂടെ അങ്ങനെ എന്ത് ചെയ്യും, ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. ഇനി ഈ സ്പ്രെഡ് ചെയ്ത വേവ് ലൈറ്റ്സ് എല്ലാവരും കൂടി എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും. അങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷാഡോ ഉണ്ടാവുമല്ലോ, അവിടെ നമുക്ക് ഡാർക്ക് ബ്രൈറ്റ് ബാൻഡുകൾ കിട്ടും. അതിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുക. ബെൻഡിങ് ഓഫ് ലൈറ്റ് റൗണ്ട് ദ എഡ്ജസ് ഓഫ് ആൻ ഒബ്സ്റ്റക്കിൾ വിത്തിൻ ദ ജോമെട്രിക്കൽ ഷാഡോ ഈസ് നോൺ ആസ് ഡിഫ്രാക്ഷൻ. ആ ഷാഡോ റീജിയനിൽ നമുക്ക് ബ്രൈറ്റും ഡാർക്കും ബാൻഡുകൾ നോൺ യൂണിഫോം ഇൻറ്റൻസിറ്റിയിൽ കിട്ടും. അല്ല എല്ലാത്തിനും ഒരേ ഇൻറ്റൻസിറ്റി ആവില്ല. അതായത് സൂപ്പർ പൊസിഷൻ ഓഫ് സെക്കൻഡറി വേവ്സ് കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സെയിം വേവ് ഫ്രണ്ട്. അപ്പോൾ ഇവിടെ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്, അപ്പോൾ ഇവിടെ ഒരു സ്ലിറ്റ് വെച്ചിട്ട്, അപ്പോൾ ഇതിന് ഒബ്സ്റ്റക്കിളാണ് ഇവിടെ വരുന്നു. അപ്പം ഇവിടെ ലൈറ്റ് എന്ന് വരുന്നത് ഇതിൻ്റെ വേവ് ഫ്രണ്ട് ഇവിടെ അങ്ങ് തട്ടി അല്ലേ, ഇതാണ് ഫസ്റ്റ് വേവ് ഫ്രണ്ട്. ഇവിടെ സെക്കൻഡറി വേവ്ലെറ്റ്സ് ഉണ്ടാകുന്നത് ഈ ഒബ്സ്റ്റക്കിളിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. ഇവിടെ അങ്ങ് സ്പ്രെഡ് ചെയ്യും. ഈ സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്ത് ചെയ്യും, സൂപ്പർ പോസ് ചെയ്ത് നമുക്കിവിടെ എന്ത് കിട്ടും, ഡിഫ്രാക്ഷൻ പാറ്റേൺ ഡാർക്കും ബ്രൈറ്റും കിട്ടും. രണ്ട് ടൈപ്പ്, അതാണ് ഡിഫ്രാക്ഷൻ. അവിടെ ബെൻഡ് ചെയ്തിട്ട് ഒരു ഒബ്സ്റ്റക്കിളിൽ തട്ടി ബെൻഡ് ചെയ്തതിന് ശേഷം വരുന്ന സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്ത് ചെയ്യുക, ഫസ്റ്റ് വേവ് സോഴ്സ് നിന്ന് വരുന്നതാണ്, ഇവിടെ ബെൻഡ് ചെയ്യുന്നവരാണ് സെക്കൻഡറി വേവ്ലെറ്റ്സ്. ഈ സെക്കൻഡറി വേവ്ലെറ്റ്സ് സൂപ്പർ പോസ് ചെയ്യും. അപ്പോൾ ഇൻ്റർഫറൻസ് പോലെ തന്നെയാണ്, എന്നാൽ ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷൻ അല്ല, കണ്ടീഷൻസ് വ്യത്യാസം ഉണ്ടാവും മാക്സിമയ്ക്കും മിനിമയ്ക്കും ഉള്ളത്. ഏതായാലും അങ്ങനെ ബെൻഡ് ചെയ്ത് ഒബ്സ്റ്റക്കിളിൻ്റെ എഡ്ജിലൂടെ ബെൻഡ് ചെയ്ത് അവിടെ ഓവർലാപ്പിംഗ് നടക്കുന്നതിനാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഡിഫ്രാക്ഷൻ ഉണ്ട്, ഫ്രണ്ട് ഡിഫ്രാക്ഷനും ഫ്രോണോഫർ ഡിഫ്രാക്ഷനും. ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സും പിന്നെ അതുപോലെ സ്ക്രീൻ ഉണ്ടാവുമല്ലോ പാറ്റേൺ കാണാൻ. ഇവിടെയും ഡാർക്ക് ബ്രൈറ്റ് ബാൻഡുകൾ തന്നെയാണ് കിട്ടുക കേട്ടോ, സ്ക്രീനും ഉണ്ടാവുമല്ലോ. അവർ രണ്ടുപേരും ഒരു അടുത്തായിരിക്കും, ഒരു ഫിനിറ്റ് ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ ഒബ്സ്റ്റക്കിളിൽ നിന്ന്. പക്ഷേ ഫ്രോണോഫറിൽ സോഴ്സും സ്ക്രീനും ഒരുപാട് ഡിസ്റ്റൻസിലേക്ക്, ഇൻഫിനൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്സ്റ്റക്കിൾ, ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. മറ്റൊരു ഡിസ്റ്റൻസ് കുറവായിരിക്കും. നമുക്കിനി ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ്റെ ഒരു ഡിഫ്രാക്ഷൻ്റെ എക്സാമ്പിളാണ് പറയാനുള്ളത്. അപ്പോൾ ഫ്രോണോഫർ ഡിഫ്രാക്ഷന് ഞാൻ ഫിഗർ ഇവിടെ വരച്ചിട്ടില്ല, കാരണം ഫിഗർ നിങ്ങൾക്ക് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു സ്ലിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ സ്ലിറ്റിൻ്റെ തട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിഫ്രാക്ഷൻ നടക്കുന്നത്. എ ആൻഡ് ബി ആണ് സ്ലിറ്റിൻ്റെ എഡ്ജിൻ്റെ ഉള്ളത്. ഈ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് സ്മോൾ എ ആണ്. ഓക്കെ, നമ്മളിവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഈ ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ ചിലപ്പോൾ ലെൻസിൻ്റെ ഒക്കെ ആവശ്യം വരും, മറ്റേതാണെങ്കിൽ ലെൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ലൈറ്റ് സോഴ്സ് ലൈറ്റ് ഇവിടുന്ന് ഡയറക്റ്റ് ബെൻഡിങ് ഒന്നും ഇല്ലാതെ വരുന്ന ലൈറ്റ് ബീമുകൾ ഉണ്ടാവുമല്ലോ, ആ ലൈറ്റ് ബീം എല്ലാം കൂടി ഇവിടെ എത്തുന്നു. അപ്പോൾ ഇവിടെ നിന്ന് വന്നു, അതേപോലെ ഇതിലൂടെ വരുന്നത് ഇവിടെ തട്ടി ഇങ്ങനെ ഇവിടെ ഉണ്ടായി, അതുപോലെ അപ്പോൾ ഈ വേവ്ലെറ്റ്സ് തമ്മിൽ പാത്ത് ഡിഫറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പി എന്നുള്ള പോയിന്റിൽ സെൻട്രൽ മാക്സിമം, അതായത് മാക്സിമം ഇൻറ്റൻസിറ്റി ഇവിടെയാണ് കിട്ടുക. പാത്ത് ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ എയിൽ നിന്നും ബിയിൽ നിന്നും ഒരു ആംഗിൾ കുറച്ചൊന്ന് ബെൻഡ് ചെയ്ത്, നമുക്ക് പറയാം ബെൻഡ് ചെയ്യുന്ന വരാണ് ഡിഫ്രാക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബെൻഡ് ചെയ്ത് വരുന്നവർ തമ്മിൽ കുറച്ച് പാത്ത് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ എല്ലാവരും കൂടി ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഓവർലാപ്പ് ചെയ്ത് നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ ഇവിടെ കിട്ടും. ഡിഫ്രാക്ഷൻ പാറ്റേൺ ക്യൂ എന്നുള്ള പോയിന്റിൽ കിട്ടും. അപ്പോൾ ക്യൂ എന്നുള്ള പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നത്,
അപ്പോൾ ഇവർ തമ്മിൽ ഈ ക്യൂ എന്നുള്ള പോയിന്റിലേക്ക് വരുന്ന വെയിലറ്റ്സ് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഈ ഡയറക്റ്റ് ബീമായിട്ടൊരു ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അവർ തമ്മിൽ പാത്ത് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ പാത്ത് ഡിഫറൻസ് ആണ് നമ്മൾ കാണുന്നത്. എപ്പോഴും പാത്ത് ഡിഫറൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ അപ്പോൾ ഇതിങ്ങനെ ജോയിൻ ചെയ്യുക. ഇത് തീറ്റയാണെങ്കിൽ ഇത് 90 ആണ്. ഇത് മൊത്തം 90 ആണ്. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഇത് 90 മൈനസ് തീറ്റ വരും. അപ്പോൾ ഇത് തീറ്റ വരും. ഓക്കെ, നമുക്ക് ഇതാണ് പാത്ത് ഡിഫറൻസ് ബി എം എന്നുള്ളത്. ഇതാണ് എക്സ്ട്രാ പാത്ത്. ഈ വേവ് മൂവ് ചെയ്തത് ഈ വേവുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, എ ക്യൂ എന്നുള്ള വേവായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ബി ക്യൂ എന്നുള്ള വേവ് എക്സ്ട്രാ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ബി എം ആണ്. പാത്ത് ഡിഫറൻസ് ബി എം ആണ്. ബി എം കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് എത്രയാണ്, എ ആണ് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് അല്ലേ. അപ്പോൾ ഈ തീറ്റ സൈൻ തീറ്റ കാണാം. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നുള്ള വെച്ചിട്ട് നമുക്ക് പാത്ത് ഡിഫറൻസ് എ സൈൻ തീറ്റ എന്ന് കിട്ടും. സപ്പോസ് പാത്ത് ഡിഫറൻസ് ലാംഡയാണെന്ന് വിചാരിച്ചോളൂ. അതായത് ഈ ഡിസ്റ്റൻസ് ഒരു കംപ്ലീറ്റ് ലാംഡ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ഈ ബി സ്ലിറ്റിനെ നമ്മൾ രണ്ടെണ്ണം ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഒ എന്ന് കൊടുത്തോളൂ, ഒ എയും ഒ ബിയുമായിട്ട്. അപ്പോൾ ഇത് മൊത്തം പാത്ത് ഡിഫറൻസ്, മൊത്തം സ്ലിറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ, എ കൺസിഡർ ചെയ്യുമ്പോൾ പാത്ത് ഡിഫറൻസ് നമ്മൾ ലാംഡയാണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഒയുടെ പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും, λ/2. ഒ ബി എന്നുള്ള വേവ്സിൻ്റെ പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും, ബാക്കി λ/2. അപ്പോൾ λ/2 പാത്ത് ഡിഫറൻസ് വരികയാണെങ്കിൽ ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും, π ആയിരിക്കും. അപ്പോൾ λ/2, അപ്പോൾ ഇവിടുന്ന് ഈ വേവ്ലെസ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസും ഈ വേവ്ലെസ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസും λ/2 ആണ്. അതായത് ഈ ഹാഫിലെ വേവ്ലെറ്റ്സും ഈ ഹാഫിലെ വേവ്ലെറ്റ്സാണ് ജോയിൻ ചെയ്യുന്നത്. അവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് λ/2 അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് π. മൊത്തം ഡിഫറൻസ് ലാംഡയായിരുന്നു, ഹാഫ് ആക്കിയിട്ടാണ് ഞാൻ λ/2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ λ/2 അല്ലെങ്കിൽ പൈ ഫേസ് ഡിഫറൻസ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്യൂവിൽ നമുക്കൊരു മിനിമമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ലാംഡയാണല്ലോ അസ്യൂം ചെയ്തത്, നമുക്കിനി 2λ അസ്യൂം ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒന്ന് λ/2, ഇത് λ/2, 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 മൊത്തം 2λ. അപ്പോഴും പാത്ത് ഡിഫറൻസ് λ/2 ആണ് വേവ്ലെറ്റ്സ് തമ്മിൽ. അതുകൊണ്ട് തന്നെ π ആണ്. അതുകൊണ്ട് ഇത് വീണ്ടും എന്താണ്, ഒരു മിനിമം പോയിൻ്റ് ആണ്. അപ്പോൾ ഇത് മാക്സിമം ആണെങ്കിൽ ക്യൂ എന്താണ്, മിനിമം ആണ്. മിനിമത്തിൻ്റെ കണ്ടീഷൻ എ ലാംഡ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ അല്ലെങ്കിൽ എൻ ലാംഡ. എ സൈൻ തീറ്റ പാത്ത് ഡിഫറൻസ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ലാംഡ വരുമ്പോഴെല്ലാം നമുക്ക് എന്ത് കിട്ടും, മിനിമം കിട്ടും. അപ്പോൾ ഈ ഫിഗറിൽ ക്യൂ എന്നുള്ള പോയിന്റിൽ നമുക്ക് മിനിമമാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ക്യൂ എന്നുള്ള പോയിന്റ് ഈ പറഞ്ഞ പോലെ മിനിമമാണ് കിട്ടുന്നത്. അതായത് എ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ ലാംഡ മിനിമം, എൻ ഇസ് ഈക്വൽ ടു 1, 2, 3. ഈ തീറ്റേനാണ് നമ്മൾ ഡിഫ്രാക്റ്റിംഗ് ആംഗിൾ എന്ന് പറഞ്ഞത്. അതായത് ഡയറക്റ്റ് മൂവ് ചെയ്യുന്ന ബീമുകളിൽ നിന്ന് ബെൻഡ് ചെയ്ത് പോകുന്ന ബീമുകളിലേക്കുള്ള ആംഗിൾ. അപ്പം ഇപ്പോൾ തീറ്റ എന്നുള്ള ആംഗിളിൽ ഇവിടെ കിട്ടി. ഇനി അടുത്ത തീറ്റയിൽ നമുക്ക് അടുത്ത പോയിന്റ് കിട്ടും. അപ്പോൾ ഇവിടെ ക്യൂ കിട്ടിയെങ്കിൽ ഈ സെയിം ആംഗിൾ ഇങ്ങോട്ടും ബെൻഡ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ ക്യൂ എന്നുള്ള പോയിന്റ് അതേപോലത്തെ പോയിന്റ് നമുക്ക് ഇവിടെയും കിട്ടും, ഒരു ക്യൂ ഡാഷ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്താണോ കിട്ടിയത് അത് തന്നെ. അപ്പോൾ ഇവിടെ മിനിമം കിട്ടും, ഇവിടെ മിനിമം കിട്ടും. അപ്പോൾ രണ്ട് പോയിന്റ്സിൽ ഒരേപോലെ നമുക്ക് ഒരേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ഒരേ ആംഗിളിൽ ബെൻഡ് ചെയ്തത് കൊണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ തീറ്റ എന്നുള്ള ഡിഫ്രാക്റ്റിംഗ് ആംഗിൾ N1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ മിനിമം വരും, N2 സെക്കൻഡ് ഓർഡർ മിനിമം. അപ്പോൾ നമുക്ക് N1 ഫസ്റ്റ് ഓർഡർ മിനിമം കിട്ടും, N2 സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ എന്ന് അങ്ങോട്ട് പോകും, അതേപോലെ താഴേക്കും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഇക്വേഷന് സൈൻ തീറ്റ എൻ ലാംഡ/a എന്ന് എഴുതി. തീറ്റ വെരി സ്മോൾ ആണെങ്കിൽ സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് എഴുതാം. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ/a. അതായത് പ്ലസ് ഓർ മൈനസ് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് രണ്ട് പോയിൻറ്റ്സിൽ കിട്ടും. ഇങ്ങനെ ബെൻഡ് ചെയ്ത് വരും, സെയിം ആംഗിൾ ഇങ്ങോട്ട് ബെൻഡ് ചെയ്ത് വരും. ഇനി അതേപോലെ നമുക്കിപ്പോൾ മിനിമമാണ് കണ്ടത്. മാക്സിമം അപ്പോൾ എന്തായിരിക്കും, മിനിമത്തിൻ്റെ കണ്ടീഷൻ എൻ ലാംഡ ആണെങ്കിൽ മാക്സിമത്തിൻ്റെ കണ്ടീഷൻ 2n+1 λ/2 ആയിരിക്കും. അത് ഇൻ്റർഫറൻസിന് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ എ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ഇവിടെ മാക്സിമം ഇവിടെ മിനിമം കിട്ടിയെങ്കിൽ അതേപോലെ മാക്സിമം രണ്ട് പോയിൻറ്റ്സിൽ കിട്ടും. രണ്ടല്ല, അതുപോലെ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങനെ കാണും. ഓക്കെ, അപ്പം ഇത് ഈ സെയിം ഇവിടെ ഒരു മാക്സിമം കിട്ടിയെങ്കിൽ ഇവിടെ അതേ പോയിന്റിൽ മാക്സിമം കിട്ടും.
സെക്കൻഡറി മാക്സിമം. ഫസ്റ്റ് പ്രൈമറി മാക്സിമം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ മാക്സിമം നടുക്ക് സെൻറ്ററിലായിരിക്കും. ഓക്കെ. ഇനിയിപ്പം നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൽ ഈ ഫസ്റ്റത്തെ മിനിമത്തിലേക്കുള്ള ഡിസ്റ്റൻസാണ് എക്സ് എന്ന് വിചാരിക്കുക. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് എഫ് എന്ന് വിചാരിക്കുക. നമുക്കറിയാം ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഈ ഫോക്കൽ ലെങ്ത് എഫ് വിചാരിക്കുക. ആംഗിൾ തീറ്റയാണെങ്കിൽ ഇത് എക്സും ആണെങ്കിൽ നമുക്ക് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ബൈ എഫ് എന്ന് കിട്ടും. എക്സ് ബൈ എഫ് നേരത്തെ ഇക്വേഷൻ അനുസരിച്ച് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ബൈ N1 ഫസ്റ്റ് മിനിമമാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു എഫ് ലാംഡ ബൈ എ കിട്ടും. എക്സ് ഉദ്ദേശിച്ചത് ആദ്യത്തെ മിനിമത്തിലേക്ക് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെയാണ് ഫസ്റ്റ്, ഇവിടെയാണ് മാക്സിമം കിട്ടുന്നത്, ഇവിടെ മിനിമം. അതേപോലെ ഇവിടെ ഒരു മിനിമം ഉണ്ടാവും, അതും എക്സ് ആണ്. അപ്പോൾ 2x എടുത്ത് ഇതും എക്സ് ആണ്. ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ് എക്സ്, ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ് എക്സ്. അപ്പോൾ 2x കിട്ടും. 2x അപ്പോൾ നമ്മൾ എക്സ് കണ്ടുപിടിച്ചു, 2x എഴുതും. അങ്ങനെയാണെങ്കിൽ അത് നമുക്കിവിടെ സെൻട്രൽ മാക്സിമത്തിൻ്റെ, ഇവിടെ കിട്ടുന്ന സെൻട്രൽ മാക്സിമം ഒരു ബാൻഡ് ഉണ്ടല്ലോ, ആ ബാൻഡിൻ്റെ വിഡ്ത്ത് ആയിരിക്കും. വിഡ്ത്ത്. പിന്നെ അടുത്ത ഫസ്റ്റത്തെ മിനിമം, ഇവിടുത്തെ ഫസ്റ്റത്തെ മിനിമം. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്താണ് ഈ 2x എന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ മാക്സിമം. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഇൻറ്റൻസിറ്റി നടുക്കാണ്, അതിൻ്റെ വിഡ്ത്താണ് കിട്ടിയത് നമുക്ക് 2x. ഓക്കെ, താങ്ക് യു.